നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കെ രാഘവേട്ടൻ, വേദിയിലെ മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിശിഷ്ടരായിട്ടുള്ള നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ കഴിഞ്ഞ 15 വർഷമായി പ്രതിനിധീകരിക്കുന്ന എം കെ രാഘവൻ എന്ന വ്യക്തി ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്തത് എം കെ രാഘവൻ MP എന്നാണ്. പതുക്കെ അദ്ദേഹം ജനഹൃദയങ്ങളെ കീഴടക്കി കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട രാഘവേട്ടനായി മാറി. പിന്നെ അദ്ദേഹം നമ്മുടെ രാഘവേട്ടനായി. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹം നമ്മുടെ സ്വന്തം രാഘവേട്ടനായിട്ടാണ് മനസ്സിലാക്കുന്നത്. രാഘവേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കോഴിക്കോടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വണ്ണം അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഒരു രാജാവായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് തന്നെ ജനഹൃദയ യാത്ര എന്ന പേര് വന്നത്. നാടിനോടൊപ്പം നന്മയോടൊപ്പം എന്നതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. രാഘവേട്ടൻ വീണ്ടും നമ്മുടെ പ്രതിനിധിയായി ലോക്സഭയിൽ എത്തേണ്ടത് ഈ ഒരു മണ്ഡലത്തിന് മാത്രം ആവശ്യമല്ല. ഇന്ത്യ രാജ്യത്ത് ഫാഷിസ്റ്റ് ശക്തികളെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി താഴെ ഇറക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി കോൺഗ്രസ് മാറേണ്ടതുണ്ട് എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ്. അനിവാര്യമായ ഒരു ഘടകം അതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യ രാജ്യം കുതിപ്പോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ളതൊക്കെ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വികസനത്തിന്റെ അടിത്തറ പാകിയ മഹാനായ നേതാവാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മതേതരത്വം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ വിശ്വാസി. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് പിന്നീട് വന്നിട്ടുള്ള പ്രധാനമന്ത്രിമാരൊക്കെ അത് പിന്നീട് ഇന്ദിരാഗാന്ധി ആകട്ടെ, രാജീവ് ഗാന്ധി ആകട്ടെ, മോദിയുടെ ഭരണം വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഭരിച്ചിട്ടുള്ള മൻമോഹൻ സിംഗ് ആകട്ടെ, അവരുടെ കാലഘട്ടമാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. മോദിക്ക് തൊട്ട് മുമ്പുള്ള മൻമോഹൻ സിംഗിനെ മോദി പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം റെയിൻകോട്ട് ധരിച്ച് കുളിക്കുന്ന വ്യക്തിയാണ് എന്ന് മൻമോഹൻ
മൻമോഹൻ സിംഗിനെ പരിഹസിച്ചപ്പോൾ മൻമോഹൻ സിംഗ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം മോദിയുടെ സംസ്കാരമല്ല മൻമോഹൻ സിംഗിന്റെ സംസ്കാരം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിശബ്ദനായി നിന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായി നടപ്പിലായിട്ടുള്ളതും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയെന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? അതിനൊന്ന് തൊഴിലുറപ്പ് പദ്ധതിയാണ്. മോദിക്ക് പോലും പിന്നീട് വന്നിട്ട് ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത വിധത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് സൗഭാഗ്യമുണ്ടായിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലുള്ള ഈ ഒരു പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം പിന്നീട് വന്നിട്ടുള്ള പല നിയമങ്ങൾ. ഭക്ഷ്യസുരക്ഷാ നിയമം വന്നത് എപ്പോഴാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്ന ഗവൺമെന്റും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. RTI എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന സുപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത് മൻമോഹൻ സിംഗ്. മോദി വന്നിട്ട് ഇതിന്റെയൊക്കെ പേര് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധിയുടെ പേരെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയല്ലാതെ മുകൾ തട്ടിൽ ആർപ്പാർപ്പില്ലാത്തത് കൊണ്ട് ഒരു നൂതന പദ്ധതികളും കൊണ്ടുവരാൻ മൻമോഹൻ സിംഗിന്റെ പോലെ കൊണ്ടുവരാൻ മോദിക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മോദി കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഒന്നിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ജനസമൂഹത്തെ ഭിന്നിപ്പിച്ച് പല ചേരികളിലാക്കി അവർക്കിടയിൽ വിദ്വേഷം നിറച്ച് അവരെ തമ്മിൽ കലഹിക്കുന്ന അവസ്ഥയുണ്ടാക്കി ഇന്ത്യയെ ശിഥിലമാക്കാൻ മുൻകൈയെടുത്തു എന്നുള്ളതല്ലാതെ മോദിയുടെ പേരിൽ പറയാനൊന്നുമില്ല. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒരു സ്കോളർഷിപ്പ് നടപ്പിലാക്കി. മൻമോഹൻ സിംഗ് പഠിച്ചിട്ടുള്ളത് സെന്റ് ജോൺസിലാണ്. എക്കോണമിക്സിലെ ഏറ്റവും ശക്തനായ വ്യക്തി എന്നുള്ള അംഗീകാരം ലോകം അദ്ദേഹത്തിന് നൽകുന്നു എന്നുള്ളതാണ് കാംബ്രിഡ്ജിൽ ഇന്ന് മൻമോഹൻ സിംഗിന്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് നടപ്പിലാക്കി വരുന്നു എന്നുള്ളതിന്റെ അങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായി എന്നുള്ളത് തന്നെ മൻമോഹൻ സിംഗിനെ ലോകം എങ്ങനെ കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ ഒരു യൂണിവേഴ്സിറ്റിയിലും പോകാത്ത നരേന്ദ്രമോദിയുടെ പേരിൽ ഒരു സ്കോളർഷിപ്പ് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ ആരും മെനക്കെടുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ എവിടെ നിൽക്കുന്നു മൻമോഹൻ സിംഗ്, എവിടെ നിൽക്കുന്നു നരേന്ദ്രമോദി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാൽ, രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ പറഞ്ഞ് ഇവർ ആക്ഷേപിക്കുന്നുണ്ട് BJP. പക്ഷെ രാഹുൽ ഗാന്ധിയെയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി അവിടുത്തെ മുഖ്യ പ്രഭാഷകനായി ക്ഷണിച്ച് ഈ ലോകത്തിന്റെ എക്കോണമിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധിയെയാണ് എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിനെയും രാഹുൽ ഗാന്ധിയെയും ബുദ്ധിപരമായി രണ്ട് തട്ടുകളിൽ നിർത്തിയാൽ രാഹുൽ ഗാന്ധി മുൻപിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ ഇവർ വെറുക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹം ഇവരുടെ പൊക്കിൽ കൊടിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മർമ്മത്തിൽ തൊട്ടു എന്നുള്ളതാണ്. എന്താണ് നരേന്ദ്രമോദിയുടെ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദാനിയാണ്. അദാനി എന്ന് പറയുന്നത്
മോദിയുടെ ഒരു പ്രതിനിധി മാത്രമാണ്. അപ്പോൾ അദാനിയെ കുറിച്ച് പറഞ്ഞാൽ മോദിക്ക് നോവും. രാഹുൽ ഗാന്ധി അദാനിയെ കുറിച്ച് പറഞ്ഞു എന്ന കാരണത്താലാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം വരെ എടുത്തു കളഞ്ഞുകൊണ്ട് സ്പീക്കർ പഴയ കാലത്തൊന്നും നടക്കാത്തതുപോലെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിന്റെ പുറത്താക്കി. എന്താ കാരണം? അദാനിയെ കുറിച്ച് പറഞ്ഞു. മഹുവ മൈത്ര പുറത്താണ്, അവർക്കും പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെട്ടു. എന്താ കാരണം? പാർലമെന്റിന്റെ അകത്ത് അദാനിയെ കുറിച്ചുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്ത് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അദാനിയെ കുറിച്ച് പറഞ്ഞാൽ പാർലമെന്റിൽ ഒരു അംഗവും ബാക്കി ഉണ്ടാകില്ല എന്നതാണ് മോദി നൽകുന്ന സന്ദേശം. അങ്ങനെ കോർപ്പറേറ്റുകളുടെ പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഇനിയും അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ഈ രാജ്യത്തെ ശിഥിലമാക്കുമെന്ന് മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്ക് പോലും ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. മണിപ്പൂർ പോലെ, ഉത്തർപ്രദേശ് പോലെ നമ്മളൊക്കെ പരസ്പരം കലഹിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തെയും എത്തിക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ലക്ഷ്യം. ആ ബിജെപിക്ക് തണൽ വിരിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട്. അതെന്താ കാരണം? കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വരും കാലങ്ങളിൽ സുരക്ഷിതത്വം വേണം. കാരണം അവര് ചെയ്തിട്ടുള്ള അഴിമതികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവർക്കറിയാം. കാലാകാലം പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് കോൺഗ്രസ് മുക്തമായിട്ടുള്ള ഭാരതം എന്ന് ബിജെപി പറയുന്നത് പോലെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പലസ്തീന്റെ വിഷയത്തിൽ അവരൊരു ഐക്യദാർഢ്യം നടത്തിക്കൊണ്ട് കടപ്പുറത്തൊരു സമ്മേളനം നടത്തി. നമ്മൾ വിചാരിച്ചു ആ സമ്മേളനം ഇസ്രായേലിനെതിരെയുള്ളൊരു സമ്മേളനമായിരിക്കും. അപ്പൊ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാനാണ് പലരും തടിച്ചുകൂടിയതെങ്കിൽ അദ്ദേഹം കുറിച്ചോ ഇസ്രായേലിനെ കുറിച്ചോ അല്ല പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. കാരണം സാബ് പറഞ്ഞിരിക്കുന്നത് സ്വപ്നയെ പറയുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞാൽ എന്റെ കയ്യിൽ സർപ്പം പോലത്തെ രേഖകൾ ഞാൻ പുറത്തു വിടും. മാത്യു കോഴനാടൻ 100 കോടിയുടെ ആരോപണം ഉന്നയിച്ചല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോഴും നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോദിയുടെ ഒരു മെഗാഫോണായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധാരാളം സംഭവങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ ദീർഘമായി അതിലേക്ക് കടക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്കതൊക്കെ പറയാം. പക്ഷേ എനിക്ക് ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ലേ. നമ്മൾ ഇത്തരം യോഗങ്ങളെ വളരെ ഗൗരവമായി കാണണം. നമ്മൾ ജയിച്ചു വരും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട് എങ്കിൽ
നമുക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കോഴിക്കോട് മണ്ഡലത്തിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം വാങ്ങിക്കൊടുക്കുമെന്ന പ്രതിജ്ഞയാണ് നമുക്കിവിടെ എടുക്കാനുള്ളത്. അതുകൊണ്ട് രാഘവേട്ടൻ ചെയ്തിട്ടുള്ള ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വികസനങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ വലിയ ചരിത്ര സ്മാരകങ്ങളായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇവിടെയുള്ള അണ്ടർപാസുകളും ഓവർപാസുകളും ആണെങ്കിലും മറ്റേത് വികസനത്തിലും കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വികസനത്തിലും രാഘവേട്ടന്റെ ഒരു കരസ്പർശമുണ്ട്. അത് ഇവിടെ ഇടതുപക്ഷം എത്ര ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചാലും ഇവിടെ അത് അനുഭവിച്ചിട്ടുള്ള ജനങ്ങൾ അതിനെ പുച്ഛിച്ചു തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി വരാനിരിക്കുന്ന നാളുകൾ നമുക്ക് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഇനിയൊരു ഭരണം കൂടി മോദിക്ക് ലഭിച്ചാൽ നമ്മൾ സുരക്ഷിതമാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. പിണറായി വിജയൻ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷ നേടാൻ ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള മാസപ്പടി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് ഏക മാർഗം മോദിയുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുക എന്നുള്ളതാണ്. മോദിയുടെ മുന്നിൽ തലനിവർത്തി നിന്ന് സംസാരിക്കാൻ ഇന്ത്യയിൽ ഒരു നേതാവുണ്ടെങ്കിൽ അതിപ്പോൾ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. അദ്ദേഹത്തെ കൽത്തുറുങ്കിലടക്കാൻ ഇവർ ശ്രമിച്ചു. പാർലമെന്റ് അംഗത്വം അദ്ദേഹത്തിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടും അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഈ ഫാഷിസത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ജയിപ്പിച്ചിട്ട് എന്താ കാര്യം? അവര് ബംഗാളിലില്ല, ത്രിപുരയിലില്ല, വേറൊരു നാട്ടിലുമില്ല. ഇവിടെ നിന്ന് കൂടി ജയിപ്പിച്ചു പോയിട്ട് ഇതിൽ ആരെയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ ജയിക്കുന്നതിൽ ആരാണ് പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ സമ്മതിദാന അവകാശങ്ങൾ വിനിയോഗിക്കുമ്പോൾ അത് വെറുതെയാകാൻ പാടില്ല. ഇന്ത്യയിൽ ഒരു ശക്തമായ ഭരണകൂടം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വോട്ട്. അത് ഈ നാട്ടിലുള്ള കുറച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തത് കൊണ്ട് നമുക്കതിന് ഒരു ഗുണഫലവും ലഭിക്കാൻ പറ്റില്ല. കോൺഗ്രസ് ശക്തിപ്പെടുകയാണ്. കോൺഗ്രസിന് കൂടുതൽ അംഗങ്ങൾ, ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അംഗത്വം കോൺഗ്രസിന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസം ഈ ജയരാജൻ ഇങ്ങനെ ചൊറിയുന്നു. ലീഗിനെ ചൊറിഞ്ഞിട്ട് ലീഗിന്റെ അണികളുടെ വോട്ട് അങ്ങ് തട്ടിയെടുക്കാൻ കഴിയും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു തീരുമാനമെടുത്ത് ഒരു മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ ആ പാർട്ടിയുടെ മുഴുവൻ മെഷീനറി അതിന്റെ അടിത്തട്ടിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകർ